إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. മഹത്തായ സ്വലാത്ത് കൊണ്ട് നമുക്ക് എല്ലാ രൂപത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും. എല്ലാം ദുനിയാവിന്റെ നേട്ടങ്ങളാണെങ്കിലും ആഖിറത്തിന്റെ നേട്ടങ്ങളാണെങ്കിലും എല്ലാം നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് അസ്സലാത്തു അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേരിൽ ചെല്ലപ്പെടുന്ന സ്വലാത്തുകൾ. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ മഹാന്മാർ എണ്ണിക്കോളും. പ്രധാനപ്പെട്ട സ്വലാത്ത് കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് നേട്ടങ്ങൾ ഒന്നും അസ്സലാത്തു മിനല്ലാഹിൽ ജലീൽ വസ്സഫാത്തു മിനർ റസൂലിൽ കരീം. രണ്ട് പ്രധാനപ്പെട്ട നേട്ടം. ഒന്ന്, നാം സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് പടച്ച റബ്ബ് സ്വലാത്ത് ചെല്ലുന്നതാണ്. എന്റെ മേൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലുന്നു. ഇതാണ് സ്വലാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നാം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ മേൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്ന. അള്ളാഹിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് നമ്മോട് റഹ്മത്ത് ചെയ്യുന്ന. റഹ്മത്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളോടുള്ള പിണക്കം അള്ളാഹു താല ഇല്ലാതെയാക്കുന്നു. എന്താതുകൊണ്ട് നമുക്ക് ലാഭം? അള്ളാഹു നമ്മോട് പിണക്കം ഒഴിവാക്കുമ്പോൾ നമ്മുടെ പാവങ്ങളെന്ന് പൊറുത്ത് ഒരു അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്ന് ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ പാവം പൊറുക്കും പോലെ ഒരു സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പാവം ഒന്ന് പൊറുത്തരുന്നു. അതാണ് സ്വലാത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം. ഒരാള് അദീബായ ഞങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ്? അസ്സലാത്തു മിനല്ലാഹിൽ ജലീൽ. ജലീലായ അള്ളാഹുവിൽ നിന്നിട്ടുള്ള ഒരു സ്വലാത്ത് നമുക്ക് കിട്ടുന്നതാണ്. സുൽത്താൻ എന്ന് പറഞ്ഞ് ഒന്ന് ചൊല്ലിയാൽ 10 സ്വലാത്ത് കിട്ടുന്നതാണ്. എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്താണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മുടെ സ്വലാത്തുകൾ മുഴുവൻ അന്തപ്പെടുത്തുണ്ട്. വലിയ വാക്യം. അള്ളാഹു ഞങ്ങളോട് പിണങ്ങാതിരിക്കാന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ, ആ റഹ്മത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അള്ളാഹു കഴുകാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വാക്യം. ഇതാണ് സ്വലാത്തിന്റെ ഒന്നാമത്തെ നേട്ടം. രണ്ടാമത്തെ നേട്ടം എന്താ? അശ്ശഫാഅത്തു മിനർ റസൂലിൽ കരീം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്നതാണ്. ആ സ്വലാത്ത് ചെല്ലുമ്പോൾ പല നേട്ടങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് ഇതാ റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്താണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. നാല് ആഖിറത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 5 നിരക്കുള്ള ശഫാഅത്ത് ഉണ്ട്. 5 നിരക്കുള്ള ശഫാഅത്ത്. അതിൽ ഒരു ശഫാഅത്ത് ആണ് നാം ബാങ്ക് കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന ദുആയിലുള്ള വർസുഖുന ശഫാഅത്ത്. വർസുഖുന ശഫാഅത്തഹു യൗമൽ ഖിയാമ. അതാണ് ആ ശഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ളതാണ്. മുസ്ലിമീങ്ങൾക്കുണ്ട്, കാഫിരീങ്ങൾക്കുണ്ട്, തമ്മാടികൾക്കുണ്ട്, നല്ല ആളുകൾക്കുണ്ട്, എല്ലാ ആളുകൾക്കും ഉള്ള ഒരു ശഫാഅത്താണ്. അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പറയുന്നത്. അൽ മഖാമുൽ മഹ്മൂദ് എന്ന് പറയപ്പെടുന്ന ആ ശഫാഅത്ത് എല്ലാവർക്കും. കാരണം എന്താ? കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഖുർആൻ പറഞ്ഞു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ തന്നെ റഹ്മത്താണ്. വെറും ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാത്രമല്ല. അതുകൊണ്ടല്ലേ ആ ശഫാഅത്തിന്റെ സമയത്തല്ലേ എല്ലാ പ്രവാചകന്മാരുടെ അടുത്തും ആളുകൾ ഓടിപ്പോകുന്നത്. അത് നബി അലൈഹിസ്സലാം വളർത്തുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇല്ല പറ്റൂല എന്ന് പറയും. മൂസാ നബി അലൈഹിസ്സലാം ഇല്ല എന്നെ കൊണ്ട് കഴിയൂല. എല്ലാവരും അടുത്ത് വന്ന് പോയിട്ടാണ് അവസാനം എല്ലാവരും കൂടി പോകുന്നത് ഇലാ സയ്യിദുനാ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് എത്തപ്പെടും. ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോകമാണ്. നമ്മുടെ തലക്ക് നേരെ ഒരു ആണി വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് പോലെ പടച്ചറപ്പിന്റെ സൂര്യൻ കത്തിച്ചൊരിക്കുന്ന ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. ഇത് നമ്മുടെ സൂര്യന്റെ എവിടെയാണ്? 12 കോടി മൈൽ 12 കോടി മൈൽ അപ്പുറത്താണ്. അതുകൊണ്ട് നമ്മുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ അകലെയാണ് ഇന്ന് സൂര്യനുള്ളത്. ഇതൊക്കെയോ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും അല്ലെ. ഒരാൾക്ക് ആ ചൂട് തന്നെ സഹിക്കാൻ പറ്റാതെ തല കറങ്ങുന്ന ആളുകളുണ്ട്, ചൊടി പിടിക്കുന്ന ആളുകളുണ്ട്. ഇതെല്ലാം പ്രശ്നങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ അഞ്ചിന്റെ സമയത്ത് ചൂട് കൊണ്ട് ഇത്ര ആള് മരിച്ചുപോയി. 2000-ഓളം വരുന്ന ആജിമാർ വെറും ചൂട് കൊണ്ടാണ്. എവിടെയുണ്ട് സൂര്യൻ? എവിടെയുള്ള സൂര്യൻ? തലക്ക് മുകളിലാണോ? എന്നിട്ട് അതിന്റെ ഇടയിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ആ ചൂട് നേരെ അടിച്ചു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പോലും. പക്ഷേ അല്ലാഹുവിന്റെ കോടതി എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഖുർആനിൽ പല ആയത്തുകളിൽ പല രൂപത്തിൽ ആ ദിവസത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ദുനിയാവിന്റെ അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ 50,000 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 1000 വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 500 വർഷമാണെന്ന് പറഞ്ഞു.
ആയത്തുകളുണ്ട് ഖുർആൻ. 50,000 വർഷം അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 50,000 വർഷം, മറ്റൊരായത്തിന് 1000 വർഷം, മറ്റൊരു വർഷം ഇതിന് 500 വർഷം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര. പക്ഷെ അതൊക്കെയും ഓരോ ആളുകൾക്ക് ചേർന്നിട്ടാണ്. സ്വാധീനങ്ങളായ ആളുകളുടെ അവസ്ഥയെ കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്ക് അവിടെ ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്ന സമയത്തിന്റെ അത്ര നിന്ന പോലെ തോന്നുന്നതാണ്. നല്ല നല്ല ആളുകൾക്ക് ഒരു 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നമുക്ക് എടുക്കുന്ന സമയം എത്രയാണോ ആ സമയം പോലെ 500 വർഷമാണെങ്കിലും 1000 വർഷമാണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യർക്ക് അങ്ങനെ തോന്നുന്ന ആ കൂട്ടത്തെ നമ്മൾ പെടുത്തട്ടെ. കാരണം അവിടുത്തെ ആ പ്രയാസം സഹിക്കാൻ കഴിയാതെയാവുമ്പോഴാണ് ആളുകളൊക്കെയും ശഫാഅത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. എല്ലാവരും കൈമടക്കും, പറ്റൂല. ഇതൊക്കെ അവിടെ ചെയ്യുന്നത് എന്തിനറിയോ? ആന്മാരായ മുഅ്മിനീങ്ങൾ പറഞ്ഞു റസൂലുള്ളാഹി തങ്ങളുടെ ആ ബഹുമാനം എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ ആദ്യം തന്നെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയാൽ പറ്റൂലേ? പല ഹദീസെല്ലാം അറിഞ്ഞതല്ലേ, നമുക്കെല്ലാം അറിയില്ലേ? ഇപ്പൊ ഹദീസിനെ പഠിച്ചിട്ട് ആള് പോകൂടെ പോകും, ആടുന്ന് ബോധമാണ് ഡയറക്റ്റ് പോവാം, റസൂലുള്ളാഹിന്റെ അടുത്ത് ഡയറക്റ്റ് പോവാം, അത് പറ്റൂല. കാരണം അവിടുത്തെ ക്രമം അങ്ങനെയാണ്, അവിടുത്തെ ഷെഡ്യൂൾ അങ്ങനെയാണ്. ആദ്യം അവിടെ പോകണം, ഇവിടെ പോകണം, എല്ലാവരും അടുത്ത് പോയി എല്ലാവരും കൈമളർത്തുമ്പോ അവസാനം ഹബീബായ റസൂലുള്ളാഹിന്റെ ബഹുമാനം എടുത്തു കാണിക്കാനാണ്. അപ്പൊ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തിപ്പെടുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, വരൂ, എന്നെ അള്ളാഹു നിയമിക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ടാണ്, നിങ്ങളെ ശഫാഅത്ത് ചെയ്തിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എല്ലാ ആളുകൾക്ക് വേണ്ടി, എല്ലാ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ കിടക്കുന്ന ഒരു സമയമുണ്ട്. പറഞ്ഞു, ആദ്യമായി റെക്കമെന്റ് ചെയ്യുന്നത് ഞാനാണെങ്കിൽ റെക്കമെന്റ് സ്വീകരിക്കപ്പെടുന്നതും അത് ആദ്യമായി എന്റെ റെക്കമെന്റ് ആണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒന്നാമത്തെ ഏറ്റവും ടോപ്പ് ശഫാഅത്ത്. 500 രൂപത്തിലുള്ള ശഫാഅത്തുകളാണ്. ആദ്യത്തെ ശഫാഅത്ത് ഇതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴുന്ന ഒരു സമയം. അങ്ങനെ വേറെ പിന്നെ 4 അപ്പൊ ഈ ശഫാഅത്തൊക്കെ നമുക്ക് കിട്ടാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു അമലാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചെല്ലപ്പെടുന്ന സ്വലാത്ത്. ഇത് എങ്ങനെ ചെയ്താലും മൗലിദ് എന്ന സലാത്താണ്. സലാത്ത് പറഞ്ഞ റസൂലുള്ളാഹിന്റെ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ പറയലാണ്, അവിടുത്തെ ബഹുമാനങ്ങൾ എടുത്തു പറയലാണ്, അവിടുത്തെ മഹത്വങ്ങൾ എടുത്തു പറയലാണ്. അത് ഏത് രൂപത്തിൽ പറഞ്ഞാലും അതിന് സ്വലാത്തിന്റെ മഹത്വം ഉണ്ടാവും, സ്വലാത്തിന്റെ സ്വഭാവം ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള 4 സ്വലാത്തുകൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അല്ലാഹുവേ നമ്മുടെ മജ്‌ലിസിനെ ഖബൂലാക്കണേ. അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോഴും വരുന്നവരാണ്, കാണുന്നില്ല. അദ്ദേഹത്തിന് ചെറിയൊരു ശാരീരികമായ ചെറിയൊരു പ്രശ്നം, എന്നാലും മനസ്സിൽ വലിയ ധൈര്യത്തോട് കൂടിയിട്ട് അയാൾ നടക്കുന്ന പടച്ചോനെ, അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടും നാം ചൊല്ലുന്ന സ്വലാത്ത് കൊണ്ട് പടച്ചോനെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്, തീർത്തു കൊടുക്കണേ അല്ലാഹ്. ശരീരത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, എന്ത് രോഗങ്ങളുടെ അണുക്കളുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും പടച്ചോനെ അത് മുഴുവനും പരിപൂർണമായ രൂപത്തിൽ മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫ് കൊണ്ട്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്, ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ മക്കളുടെ, ഉമ്മമാരുടെ, കുടുംബങ്ങളുടെ, നമ്മുടെ അയൽവാസികളുടെ, നാട്ടുകാരുടെ, ഞങ്ങളെ സഹായിച്ചവരുടെ ശരീരങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും പരിപൂർണമായ രൂപത്തിൽ നീ മായ്ച്ചു കളയണേ അല്ലാഹ്. പരിപൂർണ ആരോഗ്യം, പരിപൂർണ ആഫിയത്ത്, പരിപൂർണമായ സന്തോഷവും സമാധാനവും മരണം വരെ നമ്മുടെയും അവരുടെയും ശരീരത്തിൽ നീ നിലനിർത്തണേ റബ്ബേ. ആ രോഗം അത് വന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയും പടച്ചോനെ. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അല്ലാഹുവേ അതിന്റെ ബുദ്ധിമുട്ട് ഓരോരുത്തരും അനുഭവിക്കുമ്പോ പടച്ചോനെ അത് വലുതാണല്ലോ നീ സലാമത്ത് നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ രോഗികളായി പടച്ചോനെ ഹോസ്പിറ്റലിലും മറ്റും ആണുങ്ങളും പെണ്ണുങ്ങളും കിടക്കുന്ന അല്ലാഹ് നീ ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചോനെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നമുക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ ഭാര്യ മക്കളെ പോറ്റാനും അവരുടെ പള്ള തുറക്കാനും അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ, അതുപോലെ പ്രവാസികൾ, അതുപോലെ പലരും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് അല്ലാഹ്. എല്ലാവർക്കും ഹൈറായ രൂപത്തിലുള്ള അർഹമായ സന്തോഷം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. തങ്ങളുടെ നബി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദിവസങ്ങളായി പല രൂപത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ രൂപത്തിൽ സന്തോഷകരമാകാൻ വേണ്ടി പ്രവർത്തിച്ച, അതിനു വേണ്ടി ഓടി നടന്ന, അതിനു വേണ്ടി സഹായിച്ച ഒരുപാട് നല്ലവരായ വ്യക്തിത്വങ്ങൾ ഈ നാട്ടിലുണ്ടല്ലോ. ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി, ഇവിടുത്തെ പല പേരുകളിൽ അറിയപ്പെടുന്ന യുവാക്കളുടെ സംഘടനകൾ പടച്ചോനെ ധാരാളമായി
അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവരാണ് അല്ലാഹ് ഇവിടുത്തെ മക്കൾ, നാട്ടുകാരും അമ്മമാരൊക്കെയും. അതുകൊണ്ട് നല്ലോണം സന്തോഷിച്ചു. ആ സന്തോഷത്തിന് പകരം അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അതിനുവേണ്ടി സഹായിച്ചവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അതിനുവേണ്ടി ഓടി നടന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. എല്ലാവർക്കും അല്ലാഹ് ആ സന്തോഷത്തിൽ മാനികളായ നമുക്കും ഹബീബായ തങ്ങളുടെ ആ ശഫാഅത്തുൽ ഉദമയിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റബ്ബ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുകൽ മിസ്കീനു യർജു ഫضلകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു മന്നി യാ ബശീറു യാ നദീറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാതുല്ലാഹ് അലൈക്കും ഫഅഗ്നിനി വഅജ്റുനി യാ മുജീറു മിനസ്സഈരി യാ റിയാദി യാ മലാദി في مهمات الأمور يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله